സംഭരിച്ച നെല്ലിന്റെ പണം 15 ദിവസത്തിനകം കർഷകന് ലഭിക്കാനുള്ള നടപടികളായെന്ന് മന്ത്രി ജി.ആർ. അനിൽ. ചിത്തിരക്കായലിലെ പുഞ്ചകൃഷി വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നെല്ല് സംഭരിച്ച് 15 ദിവസത്തിനകം പണം കർഷകന് ലഭിക്കുന്ന സംവിധാനം സർക്കാർ തയ്യാറാക്കിയിട്ടുണ്ടെന്നും അതിന്റെ നടപടിക്രമങ്ങൾ പരമാവധി ലഘൂകരിക്കാനുള്ള കാര്യങ്ങൾ ചെയ്തുവരുന്നതായും ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി ജി.ആർ. അനിൽ പറഞ്ഞു. ചിത്തിരക്കായലിലെ പുഞ്ചകൃഷി വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്യാനെത്തിയതായിരുന്നു അദ്ദേഹം. 475 ഏക്കറിലാണ് കൃഷി ചെയ്തത്. ഉമയിനം നെൽവിത്താണ് വിതച്ചത്. കർഷകരുടെ ആവലാതികളും ആശങ്കകളും എന്തെന്നറിഞ്ഞ് പരിഹരിക്കാനുള്ള നടപടി സ്വീകരിക്കും. കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന നെല്ല് സംഭരിക്കാനും അതിന്റെ പണം കൃത്യമായി കൊടുക്കാനും പല ഘട്ടങ്ങളിലായി ഉണ്ടായിട്ടുള്ള തടസ്സങ്ങൾ അപ്പപ്പോൾ ഇടപെട്ട് നീക്കാൻ സർക്കാർ ശ്രമിച്ചിട്ടുണ്ട്. ഈ കൊയ്ത്ത് കാലത്തും വരാനിരിക്കുന്ന കൊയ്ത്തിലും പ്രയാസങ്ങൾ നീക്കി മുന്നോട്ടു പോവുകയാണ് ലക്ഷ്യം. കഴിഞ്ഞ ഒന്നാം വിളയുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ സംഭരിച്ച നെല്ലിൽ ആലപ്പുഴ ജില്ലയിൽ 33 ലക്ഷം രൂപ മാത്രമാണ് കൊടുത്തു തീർക്കാനുള്ളത്. അവകാശി മരണപ്പെട്ടത്, മതിയായ രേഖകൾ ഇല്ലാത്തത് തുടങ്ങി ചില സാങ്കേതിക തടസ്സങ്ങൾ കാരണം PRS വായ്പയിലേക്ക് എത്താൻ കഴിയാതെ വന്നവർക്ക് മാത്രമാണ് ഇനി പണം ലഭിക്കാനുള്ളത്. അവർക്ക് സപ്ലൈകോ നേരിട്ട് പണം കൊടുത്ത് ഒരാഴ്ചയ്ക്കകം അവരുടെ പ്രശ്നവും പരിഹരിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. ഇത്രയേറെ പ്രതികൂലമായ സാഹചര്യത്തിലും കൃഷിയിലേക്കും അതും നമുക്ക് അന്നം നൽകാൻ കർഷകരെടുക്കുന്ന ആ താല്പര്യത്തെ ഞാൻ വളരെ സന്തോഷത്തോടു കൂടി അഭിനന്ദിക്കാനും സ്വാഗതം ചെയ്യാനും ഈ അവസരം വിനിയോഗിക്കുകയാണ്. കർഷകർക്കുള്ള ആശങ്കകളും അതോടൊപ്പം തന്നെ അവർക്കുള്ള ആവലാതികളും അതെന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനനുസരിച്ച് പരിഹാരം ഉണ്ടാക്കാനുള്ള നടപടിയാണ് ഞങ്ങൾ സ്വീകരിക്കുന്നത്. ഓരോ ഘട്ടങ്ങളിലും വന്നിട്ടുള്ള പലവിധ പ്രശ്നങ്ങൾ ഒന്നൊന്നായി അത് പരിഹരിച്ചുകൊണ്ട് കർഷകന് അവൻ ഉൽപ്പാദിപ്പിക്കുന്ന നെല്ലിന്റെ പണം, അവൻ ഉൽപ്പാദിപ്പിക്കുന്ന നെല്ല് ആദ്യം സംഭരിക്കുക എന്നുള്ളതാണ് പൂർണ്ണമായും. 2, അവൻ ഉൽപ്പാദിപ്പിക്കുന്ന നെല്ലിന്റെ പണം കൃത്യമായി കൊടുക്കുക എന്നുള്ളതാണ്. ഇത് 2 കാര്യത്തിലും ഓരോ തവണയും ഉണ്ടായിട്ടുള്ള പലവിധത്തിലുള്ള തടസ്സങ്ങൾ അപ്പോഴപ്പോൾ ഇടപെട്ട് മാറ്റാൻ ഗവൺമെന്റ് ശ്രമിച്ചിട്ടുണ്ട്. ആ പ്രയാസങ്ങൾ ഈ കൊയ്ത്ത് കാലത്തും ഈ വരാൻ പോകുന്ന നാളുകളിലും 100% ഒഴിവാക്കിയെടുക്കുക എന്നതാണ് ഞങ്ങൾ ലക്ഷ്യമിടുന്നത്. കർഷകരെ സംബന്ധിച്ച് അവർ ഉൽപ്പാദിപ്പിക്കുന്ന നെല്ല് പൂർണ്ണമായി സംഭരിക്കാൻ, കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന നെല്ലിന്റെ പണം 15 ദിവസത്തിനുള്ളിൽ സംഭരിച്ചാൽ കൊടുക്കാനുള്ള ഒരു മെക്കാനിസമാണ് ഇപ്പോൾ തയ്യാറാക്കിയിട്ടുള്ളത്. അത് പരമാവധി ലഘൂകരിച്ചു കൊണ്ടുവരാനുള്ള നടപടികൾ ഗവൺമെന്റ് സ്വീകരിക്കുമെന്ന് നിങ്ങളോട് അറിയിച്ച് ഈ വലിയ മഹത്തായ ഈ പ്രവർത്തനം അതിലേർപ്പെട്ട കർഷകരെയും അതിന്റെ സംഘാടകരെയും സമിതിയെയും അഭിനന്ദിച്ചുകൊണ്ട് ഇത് ഉദ്ഘാടനം ചെയ്യാൻ അറിയിക്കുന്നു. നന്ദി, നമസ്കാരം.